ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവും അനാമികയും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയിരിക്കുക. അപ്പോൾ വേണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, കോടതിയിൽ നവീൻ വക്കീലിൻ്റെ നാവ് പിഴയ്ക്കണമേ, എൻ്റെ മോൾക്ക് തന്നെ ന്യായം കിട്ടണമേ, ഞങ്ങൾ ചോദിക്കുന്ന പൈസ ഞങ്ങൾക്ക് തന്നെ കിട്ടണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. സമയത്ത് അനാമിക അതേപോലെ തന്നെ, എൻ്റെ ഭഗവാനെ, ഞങ്ങൾക്ക് ചോദിക്കുന്ന കോടികളുടെ രൂപ അവർക്ക് തരാനുള്ള മനസ്സുണ്ടാകണമേ, കോടതിയിൽ ഞങ്ങൾക്ക് തന്നെ വിജയം ഉണ്ടാകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച്, അച്ഛാ ഇന്ന് കോടതിയാണ് അച്ഛാ, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കും അച്ഛാ, അല്ലെങ്കിൽ പണി കിട്ടുമല്ലോ അച്ഛാ. നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും നവീൻ വക്കീലിൻ്റെ നാവൊന്ന് പിഴച്ചാൽ മതി, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല മോളെ, നവീൻ വക്കീലിൻ്റെ നാവൊന്ന് പിഴച്ചാൽ മതിയായിരുന്നു അച്ഛാ എന്നും പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വരുന്ന മറ്റേ രണ്ടാൾക്കാർ, അതായത് നമ്മുടെ അനിയും നന്ദും കൂടി അമ്പലത്തിലേക്ക് കയറി വരികയാണ്. അച്ഛാ, ഇത് ആരാച്ചാ വരുന്നതെന്ന് നോക്കിക്കണ്ടേ, കൊള്ളാലോ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ രണ്ടാൾക്കാർ കയറി പ്രാർത്ഥിക്കാനുള്ള പരിപാടിയാണ്, നമ്മളെ തറ പറ്റിക്കണമല്ലോ, അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരെ അടുത്തെത്തുകയാണ്. അപ്പോൾ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, രണ്ടുപേരും ഉണ്ടല്ലോ, എന്താണ് നന്ദു സാറേ, SIയെ കെട്ടാൻ വേണ്ടി നടക്കുകയാണല്ലോ നവീൻ വക്കീല്, അങ്ങനെയാണല്ലോ അറിഞ്ഞത്. എന്നിട്ട് നന്ദു സാറ് ഈ അനിയോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുകയാണോ? ഇത് കേട്ടാ എനിക്ക് കലി വരികയാണ്. എന്തായാലും തനിക്ക് എന്താടോ, തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? താൻ തൻ്റെ വഴി നോക്കി നടക്കടോ, അല്ലാതെ താൻ ഞങ്ങളുടെ കാര്യത്തിൽ നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതേ നന്ദു സാറ് എന്നാലും ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ്. ഈ നട്ടലില്ലാത്തവനെ കെട്ടുന്ന നേരം കൊണ്ട് നട്ടലുള്ള നവീൻ വക്കീലിനെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കേട്ട എനിക്ക് കാലി വന്നിട്ട് കാണിച്ചു തരാടോ, കാണിച്ചെന്നോ, എൻ്റെ നട്ടല് തനിക്ക് കാണിച്ചു തന്നോന്ന്. അതെ അനി, വഴക്കുണ്ടാക്കല്ലേ നീ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പിടിച്ചു മാറ്റുകയാണ്. അല്ല, ഏതായാലും ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ SI സാറേ? SI സാറ് നവീനെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ. ഇനിയിപ്പോൾ SI സാറുടെ മനസ്സിലെന്താ, അനിയെ കല്യാണം കഴിക്കോ അല്ലെങ്കിൽ ആ വക്കീലിനെ കല്യാണം കഴിക്കോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്നും തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. താനെ ഇവിടെ കൂടുതൽ അടിമേടിക്കാൻ നിൽക്കാതെ രണ്ടുപേരും കൂടി പോകാൻ നോക്ക്, അല്ലാണ്ട് കൂടുതൽ പ്രശ്നത്തിന് വരാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവരെ പറഞ്ഞങ്ങോട്ട് വിടുകയാണ്. അപ്പോഴേക്കും അനി, ഇപ്പം നമ്മളെ കണ്ട കാര്യം ഇയാൾ ആരെങ്കിലോട് പറയോ? പറയണമെങ്കിൽ പറയട്ടെ, നമുക്കെന്താ കുഴപ്പം, വായെടുത്ത കള്ളം പറയുന്ന മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഇവർ പറയുന്നൊന്നും ആരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല, നീ വാ നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ നയനയ്ക്ക് ഭക്ഷണമായിട്ട് വരികയാണ്. മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കഴിച്ചിട്ടുണ്ടേ. അപ്പോൾ കൂടെ നവ്യ ഉണ്ടായിരുന്നു. അപ്പോൾ നവ്യയോടും ദേവയാനി പറയാണ്, നിനക്കും കഴിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. വേണ്ട, മരുമോൾക്ക് ഉണ്ടാക്കി വെച്ചല്ലേ, അത് മരുമോള് തന്നെ കഴിച്ചോളും. അപ്പോഴേക്കും നയനാണെങ്കിൽ, അമ്മേ പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ അമ്മേ. എന്ത് സന്തോഷ വാർത്ത? അതെ, അനഘ റിക്കവറായി വരുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടി. നവ്യ ഇവരെ തന്നെ ഇങ്ങനത്തെ രണ്ടുപേരെയും മാറി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും നയന ഇതെല്ലാം ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പം നയന പറയാണ്, അതേ അമ്മേ, അവള് റിക്കവറായിട്ട് വരുന്നുണ്ട്, ഇപ്പം ഇനി പേടിക്കാനൊന്നുമില്ല. അല്ല, റിക്കവറായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ മോളെ, സംസാരിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുവേ അവള് എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങി, പതിയെ എണീറ്റ് നടക്കുന്നുണ്ട്. കണ്ട ഉടനെ തന്നെ ചന്തുമോളാണെങ്കിലേ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അവൾ ചോദിച്ചു. ആണല്ലേ, ചന്തുമോളെ കാണാനായിട്ട് കൊതിയാവുന്നു മോളെ, അവളെ കാണാത്തോണ്ടേ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അമ്മ റിക്കവറായി വരുന്നത് കൊണ്ടാണ് ചന്തുമോളിപ്പം ഇങ്ങോട്ട് വരാത്തതല്ലോ. ഇതൊക്കെ കേട്ട നമ്മുടെ നവ്യക്കാണെങ്കിൽ കലി വരിക. നവ്യ കൂടുതൽ അവിടെ പിടിച്ചു നിന്നില്ല. നവ്യ അവിടെ നിന്ന് ചാടി എണീറ്റ് അവിടെ നിന്ന് ഒറ്റ പോക്കാണ്. അപ്പോൾ നവ്യയുടെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയാണ്, ചേച്ചിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ, ചേച്ചി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്തായാലും ഞാൻ കേട്ടതാ മോളെ, അവൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് തന്നെ ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. ചിലപ്പോൾ അമ്മേ
ഇനിയിപ്പോൾ ഇവള് റിക്കവറായി വരുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണോ ചേച്ചി ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിച്ചത്? അല്ല, എന്നാലല്ലേ ചേച്ചിക്ക് ചില സത്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അറിയില്ല മോളെ, എന്തൊക്കെയാ ഏതൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും ഇവള് അനഘ റിക്കവറായി വരുന്നത് ഇവർക്കൊക്കെ ഭയങ്കര ദോഷമാണെന്ന് മനസ്സിലായി കാണും. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിലെ അമ്മേ, ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ചേച്ചി എന്തോ മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടയുടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അധികം താമസിയാതെ ആ കള്ളം പൊളിക്കുമെന്ന് തന്നെയാണ് ആദർശേട്ടൻ പറയുന്നത്. നമുക്ക് നോക്കാം, എവിടം വരെയും പോകുമെന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ ഫോണിൽ കൂടി വേറെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താ നവ്യ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പം നവ്യ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊക്കെ കരയും വരുന്നുണ്ട്. അപ്പോൾ നവ്യ പറയണം, അതെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നീ ഇവിടെ നിൽക്കുകയാണോ ഒന്നും അറിയാത്ത പോലെ? എന്താ നവ്യ, എന്താ നിനക്ക് ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നും അല്ല, അനഘയില്ലേ, അനഘ റിക്കവറായി വരികയാണെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭി ഒന്നും ഞെട്ടുക. റിക്കവറായി വരുന്നെന്നോ? റിക്കവറായി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നടക്കാൻ തുടങ്ങി എന്നാണ് അവിടെ പറഞ്ഞ പറച്ചില്. എപ്പോഴേക്കും അഭി വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. അല്ല, നിനക്കെന്തിനാ ഇപ്പം പേടി? എന്തായാലും അവൾ റിക്കവറായിട്ട് വരട്ടെ, ചിലരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്ത് കള്ളത്തരങ്ങളെല്ലാം പൊളിയാനായിട്ട്? നമുക്കിവിടെ പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളിയല്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് പുറത്താക്കൂലേ? പുറത്താക്കണമെങ്കിൽ പുറത്താക്കട്ടെന്നേ, അതിനിപ്പം നമുക്കെന്താ പ്രശ്നം? പുറത്താക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും അവരെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിന്റെ മകളാണെന്നല്ലേ ആ ചന്തുമോള്. ഏതായാലും അനഘ റിക്കവറായിട്ടൊക്കെ വരട്ടേന്നേ, നമുക്കൊരു DNA അങ്ങോട്ട് നടത്തിക്കളഞ്ഞേക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭി വീണ്ടും ഞെട്ടുക. അപ്പോൾ നവ്യ പറയാണ്, അല്ലെങ്കിൽ അത് നടക്കണോടാ? എന്ത് നടക്കണമെന്ന്? അല്ല, DNA നടന്നു കഴിഞ്ഞാൽ അറിയാലോ. ആദർശിൻ്റെ മകളാണെന്ന് അറിയാലോ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അല്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അയാളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണം. അയാളിപ്പോൾ സത്യസന്ധനായിട്ടിങ്ങനെ നടക്കുകയല്ലേ, അതൊന്നും നടക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് അഭി. ഈ ചന്തുമോള് ആദർശിൻ്റെ മകളാണെന്ന് തന്നെ തെളിയിക്കുക തന്നെ ചെയ്യണം. അതിനെ DNA തന്നെ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അബിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി വരും. പക്ഷേ നവ്യ അവിടെ നിന്ന് ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഉള്ള മുഖഭാവമൊക്കെ മാറുകയാണ്. എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കണാണ്ട് സ്വന്തം ചേട്ടൻ്റെ പേരിൽ അവൻ എല്ലാ കുറ്റങ്ങളും ഇടാനായിട്ട് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നവ്യ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ വേണു. അപ്പോൾ വേണു നേരെ ഈ വക്കീലിനെ വിളിക്കുകയാണ്, നവീൻ വക്കീലിനെ വിളിക്കുകയാണ്. എന്താണോ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും വക്കീലേ, ഇന്ന് വക്കീൽ പറഞ്ഞതുപോലെ കേസ് തടക്കില്ല ഇതൊക്കെ പറയുക. അത് താനാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലേ അത് നടത്തിയെടുക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ വക്കീലേ, ഞാൻ പറഞ്ഞല്ലോ വക്കീലേ, വക്കീൽ ഈ കേസിൽ തോക്കും. ഞങ്ങൾ നല്ലൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ സംഭവം? അവരുടെ കയ്യിൽ നിന്നേ പൈസ മേടിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. നായ പൈസ തനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. താനൊക്കെ അവിടെ കിടന്ന് വട്ടം ചുരിയും. തൻ്റെ മകളുടെ അട പൂരിപ്പിക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വേണുവിന് എല്ലാ സന്തോഷം കിട്ടും. അങ്ങനെ നവീൻ വക്കീലിൻ്റെ അടുത്തേക്ക് മുത്തശ്ശൻ വരികയാണ്. മുത്തശ്ശ, ഇപ്പം എന്നെ വിളിച്ചതേ വേണുവാ. കേസിൽ ഞാൻ തോക്കും, എൻ്റെ നാവ് പിഴയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കേസ് വിട്ടു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ലല്ലോ മുത്തശ്ശ. ഇത് ഇടഞ്ഞപ്പോഴേക്കും മോനെ, എന്തൊക്കെ വന്നാലും നിൻ്റെ പരമാവധി ശ്രമിച്ചിരിക്കണം. അതേ മുത്തശ്ശ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിരിക്കും. അതിൽ ഒരു തർക്കമില്ല മുത്തശ്ശ. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ മുത്തശ്ശ. ഞാൻ മുത്തശ്ശനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ആവും മുത്തശ്ശ എന്നിങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും അതേപോലെ തന്നെ മുത്തശ്ശിയാണ്. അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനി വരികയാണ്. അപ്പം അനി വന്നിട്ട്, മുത്തശ്ശ, കോടതിയാണ് മുത്തശ്ശ. കോടതിയിൽ ആർക്കൊപ്പം വിജയം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? നവീൻ വക്കീലല്ലേ
കേസ് വാദിക്കുന്നത്. അപ്പം നിനക്കൊപ്പം തന്നെ ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ ആ ഒരു ചിന്തയൊന്നുമില്ല. പക്ഷെ എന്തായാലും മുത്തശ്ശ, കോടതി വിധി എന്തായാലും എന്നെ വേറൊരു കല്യാണത്തിന് സമ്മതിക്കരുത്. അത് ഞാൻ സമ്മതിക്കൂല. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടമെന്ന്. എനിക്ക് നന്ദുവിനെ തന്നെ കല്യാണം കഴിക്കാനാണ് മുത്തശ്ശി താല്പര്യം. അതിനെ തുടർന്ന് എനിക്ക് വേറൊരു വിവാഹത്തിനോട് താല്പര്യമില്ല. ശരി, ഇനിയിപ്പോൾ ഞാൻ അതിനോടൊന്നുമില്ല. പക്ഷേ എനിക്ക് മോനെ നിന്നോട് ഒരു കാര്യം പറയാനേ ഉള്ളൂ. നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണത്തിന് നീ എതിര് നിൽക്കരുത്. അവർക്കൊരു തടസ്സമായിട്ട് മാറരുത്. അതിന് ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ മുത്തശ്ശ? നന്ദുവിനോടും കൂടി ഇഷ്ടമാണെന്ന് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ നീ ഈ കല്യാണത്തിന് എതിര് നിൽക്കരുത്. അവർ രണ്ടുപേരുടെയും കല്യാണം നടന്നോട്ടെ. നവീൻ വക്കീലെ നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് നവീൻ വക്കീല്. ശരി മുത്തശ്ശ, നന്ദുവിന് ഈ കല്യാണത്തോടെ എതിർപ്പൊന്നും ഇല്ലെങ്കിൽ, നവീനെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഞാനിതിനെ എതിർത്ത് നിൽക്കില്ല. ഉറപ്പായിട്ട് എതിര് നിൽക്കില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാം മുത്തശ്ശ, എൻ്റെ ജീവിതത്തിൽ പിന്നൊരു പെണ്ണുണ്ടാവില്ല. നന്ദു അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാകെ ഞെട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യും? ഇവനിങ്ങനെ പറയാൻ നേരത്ത് നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിക്കാമെന്ന് വിചാരിച്ചില്ല. അതും നടക്കുന്നില്ല. ഏതായാലും കനകമൊക്കെ എതിർപ്പ് നിൽക്കുകയല്ലേ. അല്ല, നമുക്ക് നമ്മുടെ ഈ മുന്നിൽ നവീൻ വക്കീലായതുകൊണ്ട് നവീൻ വക്കീലോടൊന്നും പറയാനും പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത്ര ഉപകാരങ്ങളല്ലേ വക്കീൽ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? അത് ഇദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്, നമുക്കൊന്നും പറയാനും സാധിക്കത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെയും അതേപോലെ തന്നെ ഈ അനിയുടെ അമ്മയെയുമാണ്, ജാനകി. അപ്പോൾ ജാനകി ഇവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ദേവി ഡിവോഴ്സ് ഒന്നും നടന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും അനാമിക എന്ന് പറഞ്ഞ പിശാച് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. നവീൻ വക്കീലല്ലേ വാദിക്കുന്നത്, അതങ്ങനെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജാനകിയാണെങ്കിൽ ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ മാത്രമേ എത്രയും പെട്ടെന്ന് അവന്തിക മോളായിട്ടുള്ള കല്യാണം നടത്താനായിട്ട് പറ്റുള്ളൂ. എന്താ ജാനകി ഇത്? അതിനോട് അവന് താല്പര്യമില്ലത് അവൻ നേരത്തെ പറഞ്ഞല്ലേ. പിന്നെന്താ? ചിലവരൊക്കെ പറഞ്ഞ് മനസ്സ് അവന് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചാനായിരുന്നു. അതൊന്നും ആരും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ ആദർശും അതേപോലെ തന്നെ ഈ നമ്മുടെ നയനയും കൂടി വരുന്നത്. അപ്പോൾ ആദർശ് പറയാണ്, അവൻ ഏതായാലും വേറൊരു കല്യാണത്തിന് തയ്യാറാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നേതായാലും ഡിവോഴ്സ് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. എന്ത് വന്നാലും അവൾ വേറൊരു കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ആ കനകയുടെ മോളെ കല്യാണം കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം നയന പറയാണ്, ഒരിക്കലുമില്ല, എൻ്റെ അമ്മ ഈ കാര്യത്തിന് ഒരിക്കലും സമ്മതിക്കില്ല. അത് വെറും വാക്ക് പറഞ്ഞതൊന്നും അല്ല, സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അനിയും നന്ദുവിനും തമ്മിലുള്ള വിവാഹം എൻ്റെ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് ഇളയമ്മ പറയുന്നത് പോലെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനി വരിക. അപ്പം അനി വന്നിട്ട് ഇളയമ്മേ, വല്യമ്മേ, ഞാൻ പോവാണ്ട് വല്യമ്മേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജാനകിയാണെങ്കിൽ, മോനെ കേസ് വിജയിച്ച് തന്നെ വരണേ മോനെ, നിനക്ക് ഡിവോഴ്സ് കിട്ടണേന്ന് അമ്മ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ എന്നൊക്കെ പറയുമ്പോൾ ആദർശം ചോദിക്കുകയാണ്, എടാ നീ പോവാണോ എടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അതേട്ടാ ഞാൻ പോവാണ്. എടാ ഞാനും കൂടെ വരണോ? എൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ. കോടതിയിൽ എന്ത് വിധിയാണെങ്കിൽ നമ്മളത് സഹിച്ചല്ലേ മതിയാവുള്ളൂ. എനിക്ക് നവീൻ വക്കീലിനെ കുറച്ച് വിശ്വാസക്കുറവൊക്കെ ഉണ്ട്. എടാ അങ്ങനെ പറയരുത്. നവീൻ വക്കീൽ ഒരിക്കലും നിന്നെ ചതിക്കാനായിട്ടൊന്നും പോകുന്നില്ല. അവൻ ആത്മാർത്ഥ സുഹൃത്തല്ലേ. അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ അതേപോലെ തന്നെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയിക്കോ, ഉറപ്പായിട്ടും നിനക്ക് തന്നെ നീതി കിട്ടും, നീ ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറയുകയാണ്. ശരി, നോക്കാം, എന്തായാലും നോക്കാം. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു ഡിവോഴ്സ് നടന്നാൽ മതിയായിരുന്നു. എന്തായാലും അവനും വല്ലാത്തൊരു ടെൻഷനായിട്ട് നടക്കുകയാണ്. എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും എന്നറിയാൻ പാടാത്തൊരു ടെൻഷൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ വീടാണ്. അപ്പോൾ അനാമികയാണെങ്കിൽ അതിലേറെ ടെൻഷൻ നടക്കുകയാണ്. ദൈവമേ, ഡിവോഴ്സ് കിട്ടുമോ എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയണം, മോളെ നമുക്ക് കോടതിയിലേക്ക് പോകണ്ടേ? അച്ഛാ, കോടതിയിൽ നമ്മൾ വിജയിക്കും അച്ഛാ. ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കുമെന്നേ. അങ്ങേര് തോറ്റു പോവും. കാരണം അങ്ങേർക്ക് ഈ അനി തോക്കണം തന്നെയാണ് താല്പര്യം. അനി തോറ്റാലല്ലേ അങ്ങേർക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വിജയിപ്പിക്കും മോളെ. അപ്പം ചോദിക്കുന്ന പൈസയും നമുക്ക് കിട്ടുമോ? ചോദിക്കുന്ന പൈസ നമ്മൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഡിവോഴ്സിന് സമ്മതിക്കരുത്. ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല.
എനിക്ക് ഈ ഡിവോഴ്സിനോട് താല്പര്യമില്ല എന്ന് ഞാൻ കോടതി മുമ്പാകെ പറയൂ അച്ഛാ എന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.